വീണ്ടും മധുരയിലേക്ക് തന്നെയാണ്. ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഘടകങ്ങൾ പട്ടികയിൽ എതിർപ്പറിയിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വോട്ടെടുപ്പ് നടക്കുകയായിരുന്നു. സിസിയിലേക്ക് മത്സരം പൂർത്തിയായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അഭിലാഷ് മോഹനനും കണ്ണൻ നായരും AK സ്റ്റെഫനും തുടരുന്നുണ്ട്. കണ്ണൻ, വോട്ടെടുപ്പ് പൂർത്തിയായി, ഫലം എപ്പോൾ അറിയും? വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ വോട്ടിംഗ് ക്രമം എന്ന് പറയുന്നത് 84 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അതിൽ 2 പേരാണ് ഇപ്പോൾ എതിർപ്പ് അറിയിച്ചിട്ടുള്ളത്. അവർക്ക് ഈ പട്ടിക തൃപ്തിയല്ല എന്നറിയിച്ചത്. ഒന്ന് UP സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള രവിശങ്കർ മിശ്ര, 2 മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡോക്ടർ DL പരാഗ്. ഈ 2 പേരെ കൂടി ഉൾപ്പെടുത്തി 86 പേരെ ചേർത്തിട്ടായിരിക്കും ഒരു വോട്ടെടുപ്പിലേക്ക് പോവുക. അതാണ് ഒരു നടപടിക്രമം. അങ്ങനെ വോട്ട് എടുപ്പ് നടക്കും. അതിനുശേഷം വോട്ടെണ്ണുന്ന പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ബാലറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സോർട്ട് ചെയ്ത് വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്താണ് ഇവർ നൽകിയ ഒരു ഭേദഗതി ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത വരും. കാര്യം അങ്ങനെ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ അത് ഒരു വിജയത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. കാര്യം കേരളം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു വോട്ടെടുപ്പിനെ അംഗീകരിക്കില്ല. തമിഴ്നാട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാടും ഘടകവും അംഗീകരിക്കില്ല. കേരളം ഒന്നാമത്, തമിഴ്നാട് മൂന്നാമതുമാണ് പാർട്ടി CC അംഗങ്ങളുടെ ഒരു പട്ടികയുടെ എണ്ണത്തിൽ കൂടുതലുള്ളത്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വിജയത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. പക്ഷേ അസാധാരണമായിട്ടുള്ള നടപടിയാണ്. ഒരു കാരണവശാലും ഈ പാർട്ടി കോൺഗ്രസുകളിൽ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു അസാധാരണമായിട്ടുള്ള ഒരു നടപടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ മധുരയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു 12:30 പുതിയ ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിച്ച് അന്തർദേശീയ ഗാനം പാടി അത് സമ്മേളനം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. പിന്നീട് പൊതുസമ്മേളനത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. പിന്നെ ഒരു വലിയ സന്തോഷത്തോടു കൂടി മടങ്ങി പോകുന്ന ഒരു രീതിയാണ് ഉണ്ടാവാറുള്ളത്. നേരത്തെ നമ്മൾ മലപ്പുറത്തും പാലക്കാടും ഒക്കെ തന്നെ വെട്ടിനിർത്തലും അതിനുശേഷം മത്സരിച്ച് നേരെ സംസ്ഥാന കമ്മിറ്റിയിലേക്കൊക്കെ തന്നെ എത്തിയ ഒരു അവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്, കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ CCയിലേക്കൊക്കെ വരുമ്പോൾ അല്പം കൂടി പക്വതയുള്ള നേതാക്കന്മാരാണ്. ഒരു ഗ്രൂപ്പിസം കുറച്ച് കുറഞ്ഞ ഒരു നേതാക്കന്മാരൊക്കെ തന്നെയായിരിക്കും അവിടേക്ക് എത്തുക. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്താണെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡോക്ടർ DL പരാഗാണ് മത്സരിക്കുന്നു എന്ന് ഉറച്ചു നിന്നത്. UP സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രത്തിൽ തനിക്ക് എതിർപ്പുണ്ട് എന്നുള്ള കാര്യമായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ മത്സരിക്കുന്നു എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയത് ഡോക്ടർ DL പരാഗാണ്. അതുകൊണ്ട് തന്നെ അശോക് ദാവളെ പാർട്ടി ജനറൽ സെക്രട്ടറി ആകുമെന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ചർച്ചകളുണ്ടായിരുന്നു. അത് നടക്കാത്ത പോയതിനുള്ള ഒരു അമർഷമാണോ ഇപ്പോൾ മഹാരാഷ്ട്ര ഘടകത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നുള്ളൊരു സംശയമുണ്ട്. സ്റ്റെഫൻ നമ്മളൊപ്പം കൂടുന്നു. സ്റ്റെഫൻ, ഇത്തരത്തിലുള്ള അസാധാരണമായ നടപടി ഒരു പാർട്ടി കോൺഗ്രസുകളിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അന്നേരം എന്തായിരിക്കും ഒരു അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത്? അതായത് ഇനി എന്തെങ്കിലും വോട്ടെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. വോട്ടെടുപ്പ് നടന്നിപ്പോൾ വോട്ട് എണ്ണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 85 അംഗ കമ്മിറ്റിയാണ്. അപ്പോൾ ആ 85 അംഗ കമ്മിറ്റി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് 2 പേർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മത്സരിക്കുന്നവരുടെ പേരുകൾ ആ 85 ശേഷം 86, 87 എന്ന് എഴുതും. അതിനുശേഷം അത് പ്രതിനിധി സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രതിനിധികൾക്കും നൽകും. ആ പ്രതിനിധികളായിരിക്കും ഇനി ഈ 2 പേരുടെ പേരുകൾ അവർക്ക് വെട്ടാം. ആ പേരുകൾ വെട്ടുന്നത് ഏറ്റവും കൂടുതൽ ആരുടേതാണ് അവർ ആ പട്ടികയിൽ നിന്ന് ഒഴിവാകും. ഈ 85 ശേഷമുള്ള 2 പേർ, ഇപ്പോൾ വന്നിട്ടുള്ള 2 പേർക്ക് ഈ പട്ടികയിൽ ഉൾപ്പെടാനും കേന്ദ്ര കമ്മിറ്റിയുടെ പട്ടികയിൽ ഉൾപ്പെടാതിരിക്കാനുമുള്ള സ്ഥിതിയുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കൂടി തുടരുന്നുണ്ട്. അഭിലാഷ്, ഇപ്പം മഹാരാഷ്ട്രയുടെ എതിർപ്പിന് കാരണം 2 പേരുകൾ, ഇപ്പം മഹാരാഷ്ട്രയിലൊക്കെ പ്രാതിനിധ്യം പുതിയ എഡീഷനിൽ നോക്കുകയാണെങ്കിൽ 63, 64 അജിത് നാവ്ലെയും വിനോദ് നിക്കോളയും പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ അവരുടെ എതിർപ്പിന് കാരണം എന്താണെന്നുള്ളത് ഇനി അറിയേണ്ടതുണ്ട്. അതോടൊപ്പം ഇപ്പൊ കഴിഞ്ഞൊരു 4-5 പാർട്ടി കോൺഗ്രസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ഒരു ഒഫീഷ്യൽ പാനൽ ആയതിനു ശേഷം എതിർപ്പ്, വിയോജിപ്പ്, വോട്ടെടുപ്പൊക്കെ നടന്നിട്ടുണ്ടോ? അടുത്തിടെ ഒന്നും CPMന്റെ പാർട്ടി കോൺഗ്രസിൽ വോട്ടിംഗ് നടന്നിട്ടില്ല. ഇവിടെ സംഘടനാ രീതി അനുസരിച്ച് ഔദ്യോഗിക പാനൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏത് ഡെലിഗേറ്റിനും അത് അംഗീകരിക്കാതിരിക്കാം, അവർക്ക് മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് സംഘടനാ രീതി. പക്ഷേ സമവായം അനുസരിച്ച് സാധാരണ നിലയിൽ അങ്ങനെ മത്സരം നടക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ സംഘടനാ രീതി അനുസരിച്ച് ഈ പാനലിനോട് എതിർപ്പുള്ള ഒരാൾക്ക് ആ എതിർപ്പ് രേഖപ്പെടുത്താം, അയാൾക്ക് മത്സരിക്കണമെങ്കിൽ വോട്ടിംഗ് ആവശ്യപ്പെടാം. ഇവിടെ വോട്ടിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നു, വോട്ടിംഗ് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നമുക്കറിയാം, കാര്യം 2 പേരാണ് വോട്ടിംഗ് ആവശ്യപ്പെട്ടതെങ്കിലും വോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. അംഗങ്ങളെല്ലാം ഈ പേരുകൾക്ക് നേരെ ടിക്ക് ചെയ്ത് വോട്ട് രേഖപ്പെടുത്തി പിന്നീട് ആ വോട്ട് എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ളത് കുറച്ച് സമയം
സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ 1:30 തന്നെ ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനം നമ്മളെയൊക്കെ, അതായത് മാധ്യമപ്രവർത്തകരൊക്കെ സമ്മേളന ഹാളിലേക്ക് കടത്തിക്കൊണ്ടുള്ള സാർവദേശീയ ഗാനമൊക്കെ നടന്നേനെ. പക്ഷേ ഇതിപ്പോൾ ഇതിന് ശേഷം വേണം ലഞ്ചിന് ഭക്ഷണം കഴിക്കാൻ പോലും. കാരണം പൊതുസമ്മേളനം ഇനി വൈകുന്നേരം നടക്കാനിരിക്കുകയുമാണ്. അതുകൊണ്ട് ഈ വോട്ടിംഗ് നടപടികൾ ഉള്ളതുകൊണ്ടാണ് സമ്മേളനം വൈകുന്നത്. ഇനി കുറച്ചുകൂടി എങ്ങനെ പോയാലും ഒരു 1/4 മണിക്കൂർ കൂടി എങ്കിലും സമ്മേളനം ദീർഘിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു എന്നാണ് അകത്തുനിന്ന് കിട്ടുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് എത്ര വോട്ട് ആർക്കൊക്കെ തുടങ്ങിയ വിവരങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ സാധാരണ സംഘടനാ രീതി അനുസരിച്ച് വെച്ച പാനലിനെതിരെ മത്സരിക്കാനുള്ള ഡെലിഗേറ്റിന്റെ അവകാശം എന്നുള്ള നിലയിലാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ വോട്ടിങ്ങിനെ കാണാൻ കഴിയുക. അതിനപ്പുറത്ത് ഘടകങ്ങളുടെ ഏതെങ്കിലും വളരെ ആസൂത്രിതമായ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഘടകങ്ങൾ ഈ ഔദ്യോഗിക പാനലിനെ എതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നതായിട്ടോ ഒന്നും നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ കാണാൻ കഴിയുകയില്ല. ഇത് സംഘടനാ ജനാധിപത്യമാണ് എന്നാണ് CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡെലിഗേറ്റുകളെ സംബന്ധിച്ച് അവരുടെ നിലപാടും. ശരി, അഭിലാഷ് മോഹനും കണ്ണൻ നായരും AK സ്റ്റെഫിനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അസാധാരണമായ സംഭവങ്ങളാണ് ഇപ്പോൾ മന്ത്രി പാർട്ടി കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു പ്രശ്നവുമില്ലാതെ MA ബേബിയുടെ പേരൊക്കെ ഇന്നലെ ബംഗാൾ ഘടകം എതിർപ്പ് അറിയിച്ചിരുന്നുവെങ്കിലും ഇന്ന് ഒരു തരത്തിലും എതിർപ്പില്ലാതെ MA ബേബിയൊക്കെ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പ് പൂർത്തിയായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. UP മഹാരാഷ്ട്ര ഘടകങ്ങളാണ് ഈ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് UP-യെ സംബന്ധിച്ച് പ്രാതിനിധ്യം കുറവാണ് എന്നുള്ള ഒരു വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണ് വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. UP-യിൽ നിന്നുള്ള മുൻ സെക്രട്ടറി ഹീരാലാലിനെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് UP സംസ്ഥാന സെക്രട്ടറിയായ രവിശങ്കർ മിശ്രയുടെ പരാതി. അങ്ങനെയാണ് വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് കഴിഞ്ഞാണ് മഹാരാഷ്ട്ര ഘടകവും എതിർപ്പുമായി രംഗത്ത് വന്നത്. എന്തായാലും കേന്ദ്ര കമ്മിറ്റി പാനലിനെതിരെ, ഒരു ഒഫീഷ്യൽ പാനലിനെതിരെ വോട്ടിംഗ് ആവശ്യപ്പെടുന്നത് അസാധാരണമായ ഒരു സംഭവമാണ്. കഴിഞ്ഞ 4-5 പാർട്ടി കോൺഗ്രസുകളിൽ നമ്മൾ ഈ രീതിയിൽ വോട്ടെടുപ്പ് കേട്ടിട്ടില്ല. മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഭേദഗതികളിലുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ വോട്ടെടുപ്പ് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഒഫീഷ്യൽ പാനലിനെതിരെ വോട്ടെടുപ്പ് നടക്കുന്നത് അസാധാരണമായ നടപടി തന്നെയാണ്. എന്തായാലും വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി ലിസ്റ്റിൽ മാറ്റമൊന്നും വരാൻ ഇല്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ വരാൻ. MA ബേബി ജനറൽ സെക്രട്ടറി ആയുള്ള പ്രഖ്യാപനമൊക്കെ വരാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. 1 മണിക്കായിരുന്നു പ്രസ് മീറ്റ്, വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നത്. ഈ വോട്ടെടുപ്പ് വന്നതിന് പിന്നാലെയാണ് അതെല്ലാം നീണ്ടത്. അഭിലാഷ്, ഇപ്പം മത്സരിച്ച 2 ആളുകൾ ആരൊക്കെയാണ്? ആ പേര് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? മത്സരിച്ചത് ഒരാളാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വോട്ടെണ്ണൽ പൂർത്തിയായിട്ടില്ല, വോട്ടെണ്ണൽ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഡോക്ടർ DL കരാടാണ് മത്സരിച്ചതെന്ന് അറിയുന്നു. അഭിലാഷ് പറയൂ. അതെ, DL കരാട് എന്ന മെമ്പറാണ്, ഒരാൾ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. DL കരാട് എന്ന CPM ഡെലിഗേറ്റ് ആണ് മത്സരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വോട്ടെണ്ണൽ കഴിഞ്ഞു, വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് 84 അംഗ ഔദ്യോഗിക പാനലിനെതിരെ ഒരാൾ DL കരാട് മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ അവകാശം വിനിയോഗിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരാട് പരാജയപ്പെടാൻ തന്നെയാണ് എല്ലാ സാധ്യതയും. കാരണം ഇത് ഒറ്റപ്പെട്ട ഒരാളുടെ ഒരു നിലപാട് മാത്രമാണ്. ഔദ്യോഗിക പാനൽ വമ്പിച്ച ഭൂരിപക്ഷത്തിന് സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെടാൻ തന്നെയാണ് എല്ലാ സാധ്യതയും. പക്ഷേ സാങ്കേതികമായി ഒരാൾ മത്സരിച്ചാലും വോട്ടെണ്ണൽ മുഴുവൻ അംഗങ്ങളുടെയും പേരെഴുതിയ +1 കൂടി ചേർത്തിട്ടാണ് വോട്ടെണ്ണൽ നടക്കുക. അതായത് മുഴുവൻ അംഗങ്ങളുടെയും പേരിന് നേരെ, ഇപ്പോൾ 85 പേരുടെ പേരിന് നേരെ ടിക്കറ്റ് വേണം ഡെലിഗേറ്റുകൾ വോട്ട് ചെയ്യാൻ. അങ്ങനെ ആർക്കൊക്കെ എന്ന് വോട്ട് കൗണ്ട് ചെയ്തതിന് ശേഷമാണ് പുതിയ കേന്ദ്ര കമ്മിറ്റിയെ പ്രഖ്യാപിക്കാൻ. എന്തായാലും ഔദ്യോഗിക പാനൽ 84 പേരടങ്ങുന്ന ഔദ്യോഗിക പാനൽ വലിയ വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ DL കരാട് അദ്ദേഹത്തിന്റെ ഡെലിഗേറ്റ് എന്നുള്ള നിലയിലുള്ള വോട്ടെടുപ്പ് ആവശ്യപ്പെടാനുള്ള അവകാശം വിനിയോഗിച്ചതുകൊണ്ട് സമ്മേളനം വൈകുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹം എന്തായാലും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടില്ല. ഔദ്യോഗിക പാനലായി വന്ന 84 പേരും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും.